ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുരിങ്ങയില തോരനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഈ വീഡിയോസിൻ്റെ ഒന്നും നോട്ടിഫിക്കേഷൻ പലർക്കും പോകുന്നില്ല. അതിൻ്റെ പേരിൽ 1:15 ആകുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേക്കണം. റെസിപ്പി എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോയെന്ന്. എല്ലാ ദിവസവും ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാത്തവരെല്ലാവരും 1:15 ആകുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ എന്തെങ്കിലും റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കിയേക്കണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തോരൻ തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് ഫസ്റ്റ് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകാണ്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ചെറിയ വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ആ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു പകുതി സവാള. ഒരു സവാള എടുക്കേണ്ട ആവശ്യമില്ല, ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് കിട്ടണം, അത്രയും മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ സവാളയെല്ലാം നല്ലതുപോലെ വഴറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 വറ്റൽമുളകാണ്. അപ്പോൾ വറ്റൽമുളകും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മുടെ മുരിങ്ങയില ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. മുരിങ്ങയില ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ വഴറ്റാൻ നിൽക്കരുത്. വഴറ്റിക്കഴിഞ്ഞാൽ എല്ലാ മുരിങ്ങയിലയും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മളിതിലേക്ക് തേങ്ങാ ചിരകിയത് ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ തേങ്ങാ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. തേങ്ങ ചിരകിയതെന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ മുരിങ്ങയില തോരൻ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമ്മളിത് വേവിക്കുകയേ ചെയ്യരുത്. എങ്കിൽ പിന്നെ ആ കറക്റ്റ് ടേസ്റ്റേ നമുക്ക് കിട്ടില്ല. അതിൻ്റെ പേരിൽ ഈ 1 ടേബിൾ സ്പൂണുള്ള നമ്മൾ ഒഴിച്ചു കൊടുത്തില്ല ആ എണ്ണയിൽ കിടന്നിട്ട് അങ്ങനെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്കിതിന് കിട്ടുന്നത്. നമ്മുടെ മുരിങ്ങയിലെല്ലാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല തരി പോലെ എല്ലാം ഉണ്ട്. ഇത്രയും ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിഞ്ചളവിൽ മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ്. ഇനി നമുക്ക് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള, നമ്മുടെ ഈ തോരന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്ന ഒരു കാര്യമാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തുവരപ്പരിപ്പ് വേവിച്ചതാണ്. നമ്മൾ ഈ സാമ്പാർ പരിപ്പുണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ തുവരപ്പരിപ്പ് അതിൻ്റെ പേരിൽ തന്നെ പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ തുവരപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. ആ തുവരപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഈ മുരിങ്ങയില എങ്ങാനും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ കൂടി അവർക്ക് കൂടി നന്നായിട്ട് ഇഷ്ടമാവുന്ന ഒന്നാണ്. ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെയും അല്ലാതെ നമുക്ക് ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്കെല്ലാം എന്നെ അറിയിക്കുകയും വേണം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതുകൂടി ഫോളോ ചെയ്തേക്കണേ. നമ്മുടെ ഡെയിലി അപ്ഡേഷനൊക്കെ ഞാനിപ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.